അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إذا جاءكم المؤمنات مهاجرات فامتحنوهن الله أعلم بإيمانهن فإن علمتموهن مؤمنات فلا ترجعوهن إلى الكفار لا هن حل لهم ولا هم يحلون لهن وآتوهم ما أنفقوا ولا جناح عليكم أن تنكحوهن إذا آتيتموهن أجورهن ولا تمسكوا بإسم الكوافر واسألوا ما أنفقتم وليسألوا ما أنفقوا ذلكم حكم الله يحكم بينكم والله عليم حكيم. സദഖല്ലാഹുൽ അലിയുൽ അളീം. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൂറത്തുൽ മുംതഹിനയിലെ 10-ാമത്തെ ആയത്താണ് നമ്മളിവിടെ ഓതി വെച്ചത്. കുറച്ച് സുദീർഘമായ ആയത്താണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വായിക്കുവാനും പഠിക്കുവാനും ശ്രദ്ധിക്കും. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇദാ ജാഅക്കുമുൽ മുഅ്മിനാത്ത്, വിശ്വാസിനികൾ നിങ്ങളുടെ അടുത്തു വന്നാൽ, മുഹാജിറാത്തിൻ, ഹിജറ ചെയ്യുന്നവരായിക്കൊണ്ട്, ഫംതഹിനൂഹുന്ന, അപ്പോൾ നിങ്ങൾ അവരെ പരീക്ഷിച്ചു നോക്കുക. അല്ലാഹു അഅ്ലമു, ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ബി ഈമാനിഹിന്ന, ആ സ്ത്രീകളുടെ വിശ്വാസത്തെപ്പറ്റി. ഫഇൻ അലിംതുമൂഹുന്ന, അങ്ങനെ നിങ്ങൾക്കവരെ ബോധ്യമായാൽ, മുഅ്മിനാത്തിൻ, വിശ്വാസിനികളാണെന്ന് ബോധ്യമായാൽ, ഫലാ തർജിഊഹുന്ന, പിന്നെ നിങ്ങളവരെ തിരിച്ചയക്കരുത്, ഇലൽ കുഫാരി, സത്യനിഷേധത്തിലേക്ക്. ലാഹുന്ന, ആ വിശ്വാസിനികൾ അല്ല, ഹില്ലുൻ, അനുവദനീയമല്ല, ലഹും, അവർക്ക് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളായ പുരുഷന്മാർക്ക്, വലാഹും, അവരല്ല, യഹില്ലൂന, അവർ അനുവദനീയമാവുകയില്ല, ലഹുന്ന, അവർ വിശ്വാസിനികൾക്ക് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളായ പുരുഷന്മാർ വിശ്വാസിനികളായ സ്ത്രീകൾക്കും അനുവദനീയമല്ല. വആതൂഹും, നിങ്ങൾ അവർക്ക് നൽകുക, മാ അംഫഖൂ, അവർ വ്യയം ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർ ചെലവഴിച്ചത് എന്ന് പറഞ്ഞാൽ വിവാഹമൂല്യം അഥവാ മഹറിനെയാണ് ഇവിടെ പറയുന്നത്. വലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല, അതായത് വിശ്വാസികളായ പുരുഷന്മാർക്ക്, അതായത് മദീനയിലുള്ള വിശ്വാസികളായ പുരുഷന്മാർക്ക് കുറ്റമില്ല, അൻ തൻകിഹൂഹുന്ന, അവരെ വിവാഹം ചെയ്യുന്നതിൽ, അതായത് ഹിജറ ചെയ്തു വന്ന സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിൽ. ഇദാ ആതൈതുമൂഹുന്ന, അവർക്ക് നിങ്ങൾ നൽകുകയാണെങ്കിൽ, ഉജൂറഹുന്ന, അവരുടെ വിവാഹമൂല്യം അഥവാ മഹർ കൊടുത്തുകൊണ്ട് ഹിജറ ചെയ്തു വരുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് വിവാഹം ചെയ്യാം. വലാ തുംസിക്കൂ, നിങ്ങൾ നിലനിർത്തരുത്, ബി ഇസമിൽ കവാഫിരി, കാഫിരീങ്ങളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള വിവാഹബന്ധം നിലനിർത്തരുത്. അങ്ങനെയുള്ള വിവാഹബന്ധങ്ങൾ ദുർബലമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വസ്അലൂ, നിങ്ങൾ ചോദിച്ചു കൊള്ളുക, മാ അംഫഖ്തും, നിങ്ങൾ ചെലവഴിച്ചത്. വൽയസ്അലൂ, അവരും ചോദിച്ചു കൊള്ളട്ടെ, മാ അംഫഖൂ, അവർ ചെലവഴിച്ചത്. എന്ന് പറഞ്ഞാൽ വിശ്വാസിനികളായ സ്ത്രീകൾ പുരുഷന്മാർക്ക് അവരുടെ മഹർ തിരിച്ചു കൊടുക്കണം, അവിശ്വാസികളായ പുരുഷന്മാർക്ക്. ഇനി വിശ്വാസികളായ പുരുഷന്മാർക്ക് അവിശ്വാസിനികളായ സ്ത്രീകളിൽ നിന്നും ആ മഹറും തിരിച്ചു ചോദിക്കാവുന്നതാണ്. ദാലിക്കും, അതാണ് ഹുക്മുള്ള, അള്ളാഹുവിൻ്റെ വിധി. യഹ്കുമു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്നു.
അല്ലാഹു തീർച്ചയായും അല്ലാഹു അലീമുൻ സർവജ്ഞനാണ്, ഹക്കീമുൻ യുക്തിമാനുമാണ്. വളരെ സുദീർഘമായ, നേരത്തെ പറഞ്ഞതുപോലെ സുദീർഘമായ ആയത്താണ്. ഒരു സാമൂഹികമായ പ്രശ്നത്തെക്കുറിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ഭർത്താക്കന്മാർ അവിശ്വാസികളാവുകയും ഭാര്യമാർ വിശ്വാസികളാവുകയും ചെയ്താൽ, നേരെ തിരിച്ചും ഭാര്യമാർ അവിശ്വാസികളും ഭർത്താക്കന്മാർ വിശ്വാസികളുമാകുന്ന അവസരത്തിൽ ഹിജറ ചെയ്തു വരുന്ന അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവിശ്വാസത്തിൽ തന്നെ മക്കയിലുള്ളപ്പോൾ ഇവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം നിലനിൽക്കുമോ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സത്യവിശ്വാസി ഒരിക്കലും അവിശ്വാസികളെ വിവാഹം കഴിക്കരുത് എന്ന് ഇസ്ലാം വളരെ കർശനമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ മക്കയിലെ ചിത്രം മറ്റൊന്നായിരുന്നു. അവിടെ ഭാര്യ വിശ്വാസിയാവുകയും ഭർത്താവ് അവിശ്വാസിയാവുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടാകാം. അതുപോലെ ഭർത്താവ് വിശ്വാസിയാവുകയും ഭാര്യ അവിശ്വാസിയാവുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടാവാം. ആ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. 9 മാർഗനിർദ്ദേശങ്ങളാണ് അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ പറയുന്നത്. ഒന്ന്, വിശ്വാസികളെ, നിങ്ങൾക്ക് സത്യവിശ്വാസിനികൾ ഹിജറ ചെയ്തു വന്നാൽ, നിങ്ങളിലേക്ക് സത്യവിശ്വാസിനികൾ ഹിജറ ചെയ്തു വന്നാൽ അവരുടെ വിശ്വാസം നിങ്ങൾ പരീക്ഷിക്കണം. അഥവാ ഈ സംഭവം ഉണ്ടാവുന്നത് ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് ആ സന്ധി പ്രകാരം മുസ്ലിം പുരുഷന്മാർ ഹിജറ ചെയ്തു വന്നാൽ അവരെ തിരിച്ചയക്കണം എന്ന് കരാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുസ്ലിം സ്ത്രീകളെ എന്ത് ചെയ്യണമെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉത്ബത്ത് ബിനു അബി മുഅയ്യിത്ത് എന്ന് പറയുന്ന ഒരു ഖുറൈശി പ്രമാണിയായ ഒരാളുടെ മകൾ ഉമ്മു കുൽസും എന്ന മഹദി ഇസ്ലാം സ്വീകരിച്ച് ഹിജറ ചെയ്തു വന്ന ഒരു സന്ദർഭത്തിലുള്ള വിഷയങ്ങളാണ് ഇവിടെ. എന്നിട്ട് അവരെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ സഹോദരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ കരാർ പ്രകാരം സ്ത്രീകളെക്കുറിച്ച് കരാറിൽ പരാമർശമില്ല, പുരുഷന്മാർ എന്ന് തന്നെ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായി പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയും ആ തിരിച്ചു കൊണ്ടുപോകാൻ വന്ന ആ സഹോദരങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ വന്നാൽ, വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ, വിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത് അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കണം. ഈ പ്രയോഗത്തിലൂടെയാണ്, അഥവാ ഫംതഹിനൂഹുന്ന എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിൽ നിന്നാണ് ഈ സൂറത്തിൻ്റെ പേര് വന്നത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പരീക്ഷിക്കണം. അള്ളാഹുവും റസൂലിനും വിശ്വസിക്കുന്നുണ്ടോ, ഹിജ്റ ചെയ്തു വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് തുടങ്ങിയിട്ട് അവരുടെ ഈമാൻ പരിശോധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കണം. അവർ പറയുന്നത് തൃപ്തികരമാണ് എങ്കിൽ അവരെ തിരിച്ചയക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു അവരുടെ ഈമാനെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ആ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണം. പിന്നീട് ഇങ്ങനെ കുത്തി ചോദിക്കുകയോ ചൂഴ്ന്ന് അന്വേഷിക്കുകയോ ചെയ്യേണ്ടതില്ല. തുടർന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അഥവാ അവർ വിശ്വാസികളാണെന്ന കാര്യം മനസ്സിലാക്കിയാൽ അവരെ അവിശ്വാസികളിലേക്ക് തിരിച്ചയക്കാൻ പാടില്ല. പിന്നീട് പറയുന്നു, വിശ്വാസികളായ സ്ത്രീകൾ അവിശ്വാസികളായ ഭർത്താക്കന്മാർക്ക് അനുവദനീയമല്ല. നിഷേധികളായ വരന്മാർ നൽകിയ വിവാഹമൂല്യം അവർക്ക് തിരിച്ചു കൊടുക്കണം. ഇവിടെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. തുടർന്ന് പറയുന്ന, അങ്ങനെ ചെയ്താൽ, അതായത് ഈ സ്ത്രീകൾ വിശ്വാസികളായി ഹിജറ ചെയ്തു വന്നാൽ അവർ നേരത്തെ വിവാഹബന്ധം ഉണ്ടായിരുന്നു, ആ വിവാഹബന്ധം മഹറൊക്കെ കൊടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ വിശ്വാസികളായ മദീനയിലുള്ള പുരുഷന്മാർക്ക് ആ വിശ്വാസിനികളായ ഹിജറ ചെയ്തു വന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും പുതിയ വിവാഹമാണ്. അതുകൊണ്ട് അവരുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ വിവാഹമൂല്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് വിവാഹം ചെയ്യേണ്ടത്. സത്യവിശ്വാസിനികളായ പുരുഷന്മാർ സത്യനിഷേധികളായ സ്ത്രീകളോട് വിവാഹബന്ധം തുടരരുത്. ഈ ആയത്തിൽ പറയുന്ന ഓരോ നിയമങ്ങളാണിത്. ഇവിടെ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ മിശ്ര വിവാഹങ്ങൾ ധാരാളമായി നടക്കുന്നു. അത് വലിയ മതേതരത്വമൊക്കെയായി കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾ സത്യനിഷേധികളുമായി വിവാഹബന്ധം പാടില്ല എന്ന ഖുർആനിൻ്റെ നിയമം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, പിരിയുമ്പോൾ
നിങ്ങൾക്ക് നിങ്ങളുടെ മഹർ തിരിച്ചു ചോദിക്കാം. മുസ്ലിം സ്ത്രീകളോട് അവിശ്വാസികളായ പുരുഷനും ചോദിക്കാം. എന്ന് പറഞ്ഞാൽ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വിവാഹമൂല്യം അഥവാ മഹർ തിരിച്ചു കൊടുക്കണം. ഇനി ഒരു പുരുഷനാണ് അവിശ്വാസി, പുരുഷൻ വിശ്വാസിയായി എങ്കിൽ അവിശ്വാസിയായ ഭാര്യയിൽ നിന്നും അതും നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം എന്നുള്ളതാണ്. ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമം അത് വളരെ കൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു നീതിമാനും യുക്തിജ്ഞനും എല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അഥവാ ഒരു ആദർശം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാകണം എന്നതിനെ പറ്റിയിട്ടാണ് ഈ ആയത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നത്. ആ ആദർശം വളരെ ഗംഭീരമാകേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബം ഇസ്ലാമികമാവണം എന്നത് അതിൻ്റെ ഒന്നാമത്തെ ഘടകമാണ്. ഇത് വളരെ കൃത്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിശാലമായിട്ട് അതിനെ വിവരിക്കാൻ പറ്റിയിട്ടില്ല. ആ അർത്ഥത്തിൽ നമ്മുടെ പഠനങ്ങൾ ഒന്നുകൂടി ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും കുടുംബം അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയി കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളായി മാറുവാനൊക്കെ നമ്മൾ ധാരാളമായി പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.